ഓട്സ് ഹെൽത്തി ആണെന്ന് കരുതിയിട്ട് നമ്മൾ ഡെയിലി വെയിറ്റ് ലോസിനും അതേപോലെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഓട്സ് ഹെൽത്തി ആണോ, അതെങ്ങനെ നമുക്ക് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം അതിൽ ന്യൂട്രിയൻസ് റിച്ച് ആണ്, എത്രത്തോളം അത് നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുള്ള സംശയങ്ങളുണ്ടാവും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഓട്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, നമ്മൾ ഏതൊക്കെ ഓട്സ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ഓട്സ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഹെൽത്ത് ബെനിഫിഷ്യൽ ആണ്, പക്ഷെ നമ്മളത് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ചിലർ ഈ ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ, അതായത് അതിൻ്റെ ക്വാളിറ്റി എല്ലാം കളഞ്ഞിട്ട്, അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം കളഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് നമുക്ക് ശരീരത്തിന് കുറച്ചുകൂടി അൺഹെൽത്തി ആക്കുന്നത്. എന്നാൽ ഓട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റോൾഡ് ഓട്സോ അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സോ ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇത് ഹെൽത്ത് ബെനിഫിഷ്യൽ നല്ലപോലെ ഉണ്ട്, കാരണം ഇതിൽ ഫൈബർ കൂടുതലാണ്. അതിൻ്റെ റിഫൈൻ പ്രോസസ്സ് അത്ര അതിൽ നടന്നിട്ടുണ്ടാവില്ല. അൺറിഫൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ സ്റ്റീൽ കട്ട് ഓട്സും അതേപോലെ തന്നെ റോൾഡ് ഓട്സും ഒക്കെ. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിഷ്യലാണ്. ലൈക്ക് ഇപ്പോൾ വെയിറ്റ് ലോസിനും മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനും കൊളസ്ട്രോള്, BP, ഷുഗർ, അതേപോലെ തന്നെ മറ്റുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ നല്ല രീതിയിൽ ബെനിഫിഷ്യലാണ്. എന്നാൽ തൈറോയ്ഡ് രോഗികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓട്സ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക, കാരണം അതൊരു വീറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് ഓവറായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് വരും, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഓട്സ് എന്ന് പറയുന്നത്. പക്ഷേ പലരും ഇന്ന് ഓട്സ് കുടിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വെള്ളത്തിൽ കുതിർത്തിട്ട് അല്ലെങ്കിൽ പാൽ ഒഴിച്ചിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പാൽ നിങ്ങൾക്ക് എടുക്കാം, സ്കിംഡ് മിൽക്ക് എടുക്കാം, പാട മാറ്റിയിട്ടുള്ള പാലെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കൊക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. എന്നാൽ ഓട്സ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ഓംലെറ്റ് ഫോമിൽ കഴിക്കുക, അല്ലെങ്കിൽ ഓട്സിൻ്റെ ജസ്റ്റ് ഉപ്പുമാവോ അല്ലെങ്കിൽ പുട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിഷ്യലാണ്. ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും, മെറ്റബോളിസം വളരെ സ്ലോ ആയിരിക്കും, അപ്പോൾ വെയിറ്റ് ഗെയിനിങ് ഉണ്ടാവും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിയിട്ട് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും, കൊളസ്ട്രോൾ വേരിയേഷൻസ് വരും, BPയിൽ ഫ്ലക്ച്വേഷൻസ് വരാൻ ചാൻസസുകളുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളത് സ്റ്റീൽ കട്ട് ഓട്സിലോ അല്ലെങ്കിൽ റോൾഡ് ഓട്സിലേക്കോ പ്രിഫർ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം ഓട്സ് എടുക്കുകയാണെങ്കിൽ 300 കിലോ കലോറീസ് അതിൽ പ്രസൻ്റ് ആണ്. 66 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സും 17 ഗ്രാം പ്രോട്ടീൻസും 11 ഗ്രാം ഫൈബറും അതേപോലെ തന്നെ ഒരു 5 to 10% ഫാറ്റും ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാം ഒരു തുല്യമായ അളവിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്ത് ബെനിഫിഷ്യലാണ്. പക്ഷേ തൈരിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ പാലിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ യോഗേർട്ടിൻ്റെ കൂടെയൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് അത് കുറച്ചുകൂടി അൺഹെൽത്തിയാണ്. വല്ലപ്പോഴും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, പക്ഷേ ഡെയിലി ബേസിസിൽ ഒഴിവാക്കുക. കൂടുതൽ നട്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എസ്പെഷ്യലി സീഡ്സിൻ്റെ കൂടെയൊക്കെ മിക്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു പൗഡർ ഫോം ആക്കി കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് മിക്സപ്പ് ചെയ്തിട്ട് സാലഡ് ഫോമിലൊക്കെ കഴിക്കുന്നതും കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിഷ്യലാണ്. സോ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന ആളുകളാണെങ്കിൽ, വെയിറ്റ് ലോസിന് ഡയറ്റ് എടുക്കുന്ന ആളുകളാണെങ്കിൽ ഓട്സ് പ്രിഫർ ചെയ്യുക. അത് സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ റോൾഡ് ഓട്സോ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. കുക്ക് ചെയ്യുന്ന രീതികളായാലും അത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഷുഗർ കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ 1-2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ഓട്സിൻ്റെ ഉപ്പുമാവോ അല്ലെങ്കിൽ ഓട്സിൻ്റെ ഓംലെറ്റോ ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. അതേപോലെ മറ്റുള്ള ഫാക്ടേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് ഡയറ്റിലൂടെയും അതേപോലെ വർക്കൗട്ടിലൂടെയും കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.